എടാ സുനിയ, ഇവൻ എവിടെ പോയി കിടക്കാണ്? രാത്രി പോലീസ് സ്റ്റേഷൻ നോക്കാനാക്കിയ ചെങ്ങായിയാണ്. എൻ്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ SI ആയിട്ട് ഞാനും കോൺസ്റ്റബിളായിട്ട് എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഈ ഓണം കയറാ മൂലയെന്ന് എങ്ങനെങ്കിലും ട്രാൻസ്ഫർ ആയി തരണേ എൻ്റെ ദൈവങ്ങളെ. എടാ സുനി, പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പം മനക്കലെ മാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ. എടാ നീ എന്നാ കാണിക്കുന്നു? വലിയ കേക്കല്ലേ, നിന്റെ ഭാര്യ വീടല്ല ഇത്, മനസ്സിലായ? ഇതൊരു പോലീസ് സ്റ്റേഷനാടാ. തുപ്പല്ലേ തുപ്പല്ലേ, ഇവിടെ തുപ്പല്ലേ. ഈ പോലീസ് സ്റ്റേഷൻ നീ ഒരു കൺഫെഷൻ ആക്കി മാറ്റരുത് കേട്ടാ. എന്നെ ഇവിടെ കാവല് വൃത്തിയല്ലേ, ഞാൻ ഇതിന് വാടകയും തരണ്ടേ, എന്നിട്ട് നിങ്ങളെ ചീത്തയും ഞാൻ കേൾക്കണം. ഇനി ഞാൻ ഇവിടെ നിൽക്കൂല, ഞാൻ ഇവിടുന്ന് പോന്നാണ്. എന്നാ പോയി, ഇപ്പൊ തന്നെ പോയിക്കോ. എടാ ചങ്ങായി, അപ്പൊ 5 സ്റ്റാർ ഹോട്ടലുണ്ട്, അവിടെ റൂം എടുത്ത് താമസിച്ചോ കേട്ടാ. എടാ നീ എങ്ങോട്ടെങ്ങനെ വലിഞ്ഞു കയറി പോകുന്നു? എടാ ഈ ഗ്രാമത്തിലാണെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസും ഒരു പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ, മനസ്സിലായ? ചുറ്റും കാടാ. അനക്കറിയാ പോലീസ് സ്റ്റേഷനേ ഉള്ളൂ, പോസ്റ്റ് ഓഫീസേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസിലെ രാജീവന എന്നോട് പറഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ അവിടെ താമസിച്ചോ, വാടകയൊന്നും തരണ്ടാണ്. അന്നില്ല അവിടെ ഒരു കത്തെങ്കിലും കിട്ടുമല്ലോ. അല്ല നീ ഈ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാല് നീ ആകാശദൂത് സിനിമയിലെ അതിലെ ഇളയ കുട്ടീന്റെ അവസ്ഥയായി പോകൂടാ. അതെങ്ങനെയാ? ആരും ഏറ്റെടുക്കാനുണ്ടാവില്ല. എന്നെ ബഹുമാനിക്കണോ, എന്നെ ചീത്ത പറയരുത്, ഞാനിവിടെ നിൽക്കാം, മനസ്സിലായല്ല? കാര്യം അറിയാലോ, ഞാൻ ഈ ട്രാൻസ്ഫറിന് വേണ്ടി എത്ര കാലമായി കഷ്ടപ്പെടുന്നു അറിയാം. എനിക്കാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലായി, ഇതുവരെ കുട്ടിയായില്ല. ഞാൻ അയ്യോട് എപ്പവും പറയും കുട്ടികളെ കാര്യ അതല്ല, ട്രാൻസ്ഫറിന്റെ കാര്യം. എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ ഭാര്യക്ക് എങ്ങനെ ട്രാൻസ്ഫർ കിട്ടണേ. എന്തെന്നാ പറയുന്നത്? ഒരു ഓഫീസിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പണിയെടുക്കുമെന്ന് പറഞ്ഞാൽ നല്ലല്ലേ? എടാ വീട്ടിൽ പോയാലും ഓളം മോന്ത കാണണം, ജോലി ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നാലും ഓളം മോന്ത കാണണം. ഒരു ദിവസം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഭയങ്കരമായിട്ട് ബോറടിക്കൂലേ മനുഷ്യന്മാർക്ക്? അതല്ല ഞാൻ അങ്ങനെ കഴിക്കാതെ, അതാ നിങ്ങളെ ഭാഗ്യം വരുന്ന. മിഴി രണ്ടിലും എന്തിനു നാണം, അത് കണ്ടിട നെഞ്ചിലൊരു. എടുത്തേക്ക സിനിമാണം തിരിഞ്ഞത് എന്താ സാർ? എത്ര സമയത്തിനായി? 9:30. ഇതൊരു പോലീസ് സ്റ്റേഷനല്ലേ, ഒരു പഞ്ച്വാലിറ്റി ഒക്കെ വേണ്ടേ? അതെ, നിങ്ങൾക്ക് കുളിയും നനയില്ല. ഈ യൂണിഫോം എടുത്തിട്ട് ആ പാട്ട വണ്ടി ഇങ്ങോട്ട് കയറി വന്നാ മതി. എനിക്കാണെങ്കിൽ വീട്ടിൽ 100 കൂട്ടം പണിയാ. എന്റെ പണി എന്നോട് പറയക്കണ്ട. അതെ, ഇങ്ങോട്ടിപ്പോ വലിഞ്ഞേറി വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഈ തിരുമോന്ത കാണാനല്ലേ. വെറുതെ രാവിലെ എന്റെ മൂഡ് കളയരുത് കേട്ടോ. ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയായിരുന്നു. നിങ്ങൾക്ക് ഈ ഇടയ്ക്കായിട്ട് എന്നോട് ഇച്ചിരി സ്നേഹക്കുറവുള്ളത് കൊണ്ട് വശ്യമന്ത്രം കൊണ്ട് ഞാനൊരു അർച്ചന ചെയ്തു. ദേ പ്രസാദം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി മഞ്ഞൾ പ്രസാദവും. നീ എന്നാ കാണിച്ചത്? ഈഴത്തോട് ഇവിടത്തോട് മാറിപ്പോയതല്ലേ, ഒന്ന് ക്ഷമി. കൊറേ കാലമായിട്ട് മറവി കൂടുതലാട്ടാ. ഈ ഫയൽ എടുത്ത് ഫയൽ മാറ്റി വെക്കൂ, തോക്കെടുത്ത് ലാത്തി വെക്കും. ഇങ്ങനെ മറവി വളരെ മോശം എന്റെ കാര്യം. അതെ, മൊത്തം പായൽ പിടിച്ചിരിക്കുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ എവിടെയാ മനുഷ്യ അങ്ങ് ഫയൽ ഈ പറയുന്നേ? കച്ചരാക്കല്ലേട്ടോ, കച്ചരാക്കുന്നതിൽ പുറത്തു പോയി. ഇതൊരു പോലീസ് സ്റ്റേഷനാ, പുറത്തു പോകാണ്ടാളും. സോറി സാർ. അങ്ങനെ പറ. പിന്നെന്താ? അല്ലേ, നമ്മൾ എങ്ങോട്ടേ പോകുന്നേ? ഇത് നമ്മുടെ സ്റ്റേഷൻ അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോലീസാന്ന് മറന്നു പോകുന്നു. എന്തോടോ കൊറേ നാളായിട്ട് കൊണകൊണകൊണകൊണെന്ന് പറയുന്നത്? ഞാനെന്താ പറഞ്ഞേ? ഞാനങ്ങോട്ട് കേട്ടി തരും. എന്താ തനിക്ക് ലാത്തി ചാർജ് എന്താണെന്നറിയോ? ഈർക്കൽ പ്രയോഗം എന്താണെന്നറിയോ? അറിയോ? അറിയില്ല. സോറി, ഞാനൊന്നും ചെയ്യില്ല. ഞാനിവിടെ അടങ്ങിയിരുന്നോളാം. ഇവനെ പറഞ്ഞു വിടുന്നുണ്ടോ? ഇവിടെ പറഞ്ഞോടെ ഇവനെ. ഇവനിക്ക് അറിയാലോ, ഇവന്റെ അവസ്ഥ അറിയാലോ. ഇവിടെ കാവലേക്കും വേറെ ആരുമില്ല, ഇവൻ മാത്രമേ ഉള്ളൂ. എന്റെ മനുഷ്യ, ഇയാളെ ഒന്ന് പറഞ്ഞു വിടേ. ഇനി ഇവന്റെ ആവശ്യമില്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അമ്പലത്തിൽ വെച്ച് ഒരു സ്വാമീനെ പരിചയപ്പെട്ടായിരുന്നേ. അപ്പൊ നമ്മുടെ പ്രശ്നം മൊത്തം പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നൊരു പൂജ ചെയ്യാം, അപ്പൊ നമുക്ക് ഇവിടെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും പറഞ്ഞു. പറഞ്ഞു പ്രശ്നമുണ്ട്. ഇവിടെ കക്കൂസില്ല, പുറത്ത് വലിയ പറമ്പാ.
ഏതാണ് ഈ പീത്തത്തെങ്ങ്? ഇതെന്റെ കെട്ടിയോൻ. അയാളോട് വാ തുറക്കരുതെന്ന് പറയണം. ഇന്നലെ ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. ഉറക്കാ ഞാൻ ധ്യാനിക്കണം. ഞാനൊരു ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ രാത്രി കഴിച്ചതിന്റെ ബാക്കിയാ ഉപ്മാവ്. ഉപ്പാവല്ലടോ, ആത്മാവ്. ബാധ, പ്രേതം, ഭൂതം. ഓ, മൂന്നാളുണ്ട്. മൂന്നാളല്ല, ഇതൊക്കെ ഇതിന്റെ പര്യായങ്ങളാ. അല്ല സ്വാമി, ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഉണ്ട്. ആ നമുക്ക് ഇവിടെ ഒരു കളം വരയ്ക്കേണ്ടി വരും. അതിനൊരു 25,000 ഉറുപ്പ്യാവും. ഒരു ചോക്ക് കൊണ്ട് ഒരു കളം വരക്കാൻ 25,000 ഉറുപ്പ്യ. ഏർത്ത ചങ്ങായോടെ നീ ആദ്യം ഇവനെ ഇവിടുന്ന് ഒഴിവാക്കുക. ഇത് വെറും ഒരു കളമല്ല, ഇതൊരു മന്ത്രക്കളമാണ്. ആ അത് ശരി. ഇത്ര വലിയ ഇതെല്ലാം കഴിയ ഇതൊന്നാ മോഡേൺ ആർട്ടാ. നിന്നോട് ഞാൻ അവരെന്തേലും പറഞ്ഞോട്ടെ സ്വാമി, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇനി ഞാൻ പറയുന്ന പോലെ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം. അനുസരിക്കാം. അനുസരിക്കാം. പിന്നെ ഉണ്ടല്ലോ, സ്വാമി പറയുന്ന എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. പൈസ ആദ്യം തരാന്ന് പോലീസുകാരാ, പിന്നെ തരില്ല, ഇടിയാ തരിക. ആണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. എനിക്ക് ദക്ഷിണ വെക്കാനുള്ള 25,000 ഉറുപ്പ്യ ആദ്യം ഇങ്ങോട്ട് വെക്കുക. ഇപ്പൊ തരാം. ആ പൈസ എടുത്തു. ഏത് പൈസ? ഓ വാറ്റുകാരക്കാരൻ്റെ വാങ്ങിച്ചില്ലേ? കൊടുത്തേ. ഇപ്പൊ എനിക്ക് സന്തോഷായി. ഇനി ഒരു കാര്യം ചെയ്യാ. നേരെ പോയിട്ട് ഞാൻ വന്ന ഓട്ടോ പൂജക്കുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട്. രണ്ടുപേരും പോയിട്ട് അതിങ്ങോട്ട് എടുത്തു വരിക. ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം, ആ ഓട്ടോക്കുള്ള 1,500 ഉറുപ്പ്യ ചാർജ് കൊടുത്തേക്കണം. എടോ, ഈ അമ്പലത്തിൽ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ 1,500 ഉറുപ്പ്യ ഓട്ടോ ചാർജ്? അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ചാർജ് അല്ല, ഞാൻ ഈ പൂജക്കുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാൻ 2 ദിവസമായി ഈ ഓട്ടോ വിളിച്ചാണ് പോയത്. അതിന്റെ ചാർജാണ്. അങ്ങോട്ട് പോയിക്കൊള്ള. പങ്കെടുത്തിട്ട് ചൊക്കിളേ എന്തോ എന്ന് വിളി കേൾക്കാൻ ഞാൻ ചൊക്ലിയല്ലോ, മന്ത്രവാദിയല്ലേ. അല്ല മോനെ, നീ ഏത് വേഷത്തിൽ മന്ത്രവാദിയല്ല തീവ്രവാദിയായാലും ചൊക്കളി എനിക്ക് മനസ്സിലാവും കേട്ടാ. നീയേ വിസ തട്ടിപ്പിൽ അകത്തായ പുള്ളിയല്ലേ. ഞാൻ വിസ തട്ടിപ്പിൽ അങ്ങനെ അകത്തായതല്ല. എനിക്ക് വിസ തരാന്ന് പറഞ്ഞ അവരെന്നെ പറ്റിച്ചതാ. അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റിയ വിസ കൊടുക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ ഞാൻ സാറോട് പറയാം, എന്നെ ചതിക്കരുത്. എന്നാ പിന്നെ ഒരു സഹായം ചെയ്യണം. ഈ പൈസ കാണിച്ചാ എന്നോട് ചോദിക്കരുത്. ഇതൊരു അനാഥ കുടുംബത്തിനെ രക്ഷിക്കാനുള്ള പൈസ. അനാഥനെ രക്ഷിക്കാനാ? അനാഥൻ ഞാൻ തന്നെയാണോ? ശരി, നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ഒന്ന് സഹായിച്ചാ മതി. പൈസ ഒന്നും എനക്ക് വേണ്ട. എന്താ നിനക്ക് വേണ്ടത്? അനക്കേ ഈ ഇവരില്ലേ, ഈ പോലീസുകാർ ഭയങ്കര അഹങ്കാരികളാ. എന്നെ അടിക്കാനും തുടങ്ങി. അവരെ തിരിച്ചിട്ട് 2 അടിക്കാനുള്ള ചാൻസ് ആക്കി തരുമോ? നിനക്ക് അവരെ 2 അടി അടിക്കണം. അതുപോലെ അതിന് ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നീ എന്റെ കൂടെ നിൽക്കണം. അത് മതി. ഞാൻ സഹായിക്കാല്ലോ. ഈ ഒരു സാധനം ആ മുളക് പൊടി എന്തിനാ ഇത്? മുളക് പൊടിയോ? എടാ, ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോ അക്രമം വരുന്നല്ലേ, നമുക്ക് സ്വയം രക്ഷ വേണ്ടേ? ഇതാണ് എല്ലാ പരിപാടിയും ഉണ്ട്. കാണുന്നുണ്ടേ സ്വാമി, കൊണ്ടുവരാ. ഇവിടെ വെച്ചോളാ. സ്വാമി, അവിടെ വെച്ചോളാ. പ്രാർത്ഥിച്ച് നിന്നോളാ. പൂജ തുടങ്ങാൻ പോവാണ്. പ്രാർത്ഥിച്ചു. നീ ആരാ? ഞാൻ ഇവിടുത്തെ SI. നിന്നോടല്ല, ബാധയോടാണ്. നിന്നോടാണെന്ന്? ഭാര്യയോടല്ല, ബാധയോടാണെന്ന്. രണ്ടും കണക്കാ. എന്താ നിന്റെ പേര്? രുദ്രനോ? എന്താണ് നിനക്ക് വേണ്ടത്? ആരെങ്കിലും ദേഹത്ത് കയറിയിട്ട് സംസാരിക്കണമെന്നോ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. സാർ, പിന്നെ ബാധയ്ക്ക് ആരെങ്കിലും ദേഹത്ത് കയറിയിട്ടൊന്ന് സംസാരിക്കണമെന്ന്. നിങ്ങളെ ദേഹത്ത് കയറ്റണം. അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ട. അയ്യോ, നമ്മളെ എന്താ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇയാളെ ദേഹത്ത് കയറ്റിയ അത് വേണ്ട. ഇവരെന്നെ എന്റെ മേക്കെട്ട് കയറ്റുന്ന വാദ്യം കൂടി കേട്ടണ്ട. നിനക്കിട്ട് ഇയാളെ 2 അടി അടിക്കണ്ടേ? അതിനുള്ളതല്ലേ. എന്നാ വൈകുന്നേരം നമുക്ക് 2 അടിക്കാം. ഓക്കെ, സെറ്റായി. ഓം സാഹ. ഇന്ന് എന്റെ മേത്ത് ഞാൻ ബാധയെ കയറ്റുകയാണ്. നീ പ്രാർത്ഥിച്ചു നിന്നോളാം. എന്റെ ദേഹത്ത് സ്പർശിച്ചോളൂ. നിനക്കാ ബാധ, എനക്കാ ബാധ. ഞാനൊരു ഓളത്തിന്. എന്താ നിന്റെ പേര്? എന്റെ പേര് പറഞ്ഞല്ലോ, രാമു. എവിടെയോ കേട്ടിട്ടില്ല. രാമു നിന്റെ അച്ഛൻ. അച്ഛന്റെ അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയല്ലല്ല മോളെ.
ആ അച്ഛൻ രാമു അല്ലല്ലോ, അല്ല രുദ്രനല്ലേ? രുദ്രൻ പറ. രാമു അല്ലേ നല്ലേ? ആടാ രുദ്രൻ മതി. പേര് മാറിപ്പോയി, രുദ്രൻ. ഞാൻ പറഞ്ഞില്ല ആള് മാറിയെന്ന്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നിനക്കെന്ത് വേണം? എനിക്ക് പ്രതികാരം ചെയ്യണം. ആരോട്? എന്നെ ഇവിടെ അടിച്ച് കെട്ടി തൂക്കിയ ദിവാകരൻ എസ്ഐയോട്. ദിവാകരൻ എസ് ഐ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. ആ സീറ്റിൽ ഇപ്പൊ ഇയാളാണ് ഇരിക്കുന്നത്. അത് മതി, ഏത് എസ്ഐ ആയാലും മതി. മതിയോ? എനിക്ക് അടിക്കണം. സാർ ബാധയ്ക്ക് 2 അടി എസ് ഐനെ അടിക്കണമെന്ന്. ഒഴിഞ്ഞു പോയിക്കോളാന്ന്. ഇവിടെ പോലീസിന് അടിച്ച കേസാണ്. ബാധയ്ക്ക് എന്ത് കേസ് പറ. അതെ, ഇപ്പൊ ആവശ്യക്കാര് നമ്മളുടെയാ. അപ്പൊ നിങ്ങൾ ഒന്ന് സഹകരിക്കണം പ്ലീസ്. 2 അടി. പ്രതികാരം വീട്ടിക്കോളൂ. ചെല്ലൂ. തുടങ്ങട്ടെ. ആ തുടങ്ങി. അറഞ്ചം പുറഞ്ചം അടിച്ചോ. ഒറ്റൊന്നും കൂടി. തീർന്നില്ലേ? സ്വാമി, അതിനെങ്കിലും ഒന്ന് ഒഴിവാക്ക്. നമ്മളൊന്ന് രക്ഷിക്ക്. ഭസ്മം നിന്റെ മുഖത്തേക്ക് നീ അന്നേരം ബോധം കെട്ടു. ചെറുകിലൊന്ന് മാറി വിസ തട്ടിപ്പിൽ ഒളിവി കഴിയുന്ന പ്രതിയാന്ന് ആ മണ്ടം പോലീസുകാർ അറിയില്ല. അവരോട് ഞാൻ ഇപ്പം പറഞ്ഞു കൊടുക്കൂ. എല്ലാം 25,000 രൂപ പകുതി എനിക്ക് തന്നോ. പകുതി തരാടാ. ഞങ്ങളെല്ലാം കേട്ട്. എന്താ വിചാരിച്ചിരിക്കണ? പോലീസുകാർ മണ്ടന്മാരുന്നോ? ആ, എന്നോട് ക്ഷമിക്കണോ. ക്ഷമയൊന്നും നീ പറയണ്ട. നമുക്ക് നന്ദി മാത്രം എന്നോട് പറയണം. ഈ പിടികിട്ടാ പുള്ളി നീ കാണിച്ചു തന്നില്ലേ? എന്തായാലും ഇവൻ ആദ്യം പറഞ്ഞ ശരിയാ. ഇവിടെ മൊത്തത്തിലൊരു മാറ്റം വന്നു. ഇനി ട്രാൻസ്ഫർ പ്രൊമോഷൻ അതിനൊക്കെ പടപടേന്ന് നടക്കും അല്ലേ? അപ്പൊ നമ്മളെ കാര്യോ? നിങ്ങൾക്കും മാറ്റമുണ്ട്. നിങ്ങൾ ഇവിടുന്ന് നേരെ സെൻട്രൽ ജയിലിലേക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.